ഹലോ എവ്രി വൺ. സോ ഇന്ന് നമ്മൾ വേറൊരു ഡൂഡിലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിൻ്റെ സിമിലർ വൺ, ഇതേ തന്നെയല്ല, ഇതിൻ്റെ കുറച്ച് വ്യത്യസ്തതയുള്ള ഒരെണ്ണം മുന്നേ ചെയ്തിട്ടുണ്ട്. ഒരു ട്രീ ആയിട്ടുള്ളതാണ് ചെയ്യുന്നത്. മനസ്സിലായി? സോ ഫസ്റ്റ് ഞാൻ 4 സൈഡും ബോർഡർ ഇട്ടിട്ടുണ്ട്. 4 സൈഡും ബോർഡർ ഇട്ടതിന് ശേഷം ഞാനൊരു ബ്ലാക്ക് പെൻസിലാട്ടോ എടുക്കുന്നത്. ബ്ലാക്ക് പെൻസിൽ എടുത്തിട്ട് ഇതിൻ്റെ ഓൾമോസ്റ്റ് സെൻറ്ററിൽ നിന്ന് ഒരു ബ്രാഞ്ച് വരച്ച് കൊടുക്കണം. ഒരു ട്രീയുടെ ഷേപ്പിൽ അതിങ്ങനെ വരണം. ഇങ്ങനെ സെൻറ്ററിലേക്ക് വരിക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇങ്ങനെ എടുത്ത് വ്യത്യാസമൊക്കെ വരുത്തുന്നുണ്ട് കേട്ടോ. ദിസ് ഈസ് ഓൾ ഗോയിങ് ടു ബി ബ്ലാക്ക്. സോ ദിസ് ഇസ് ടോട്ടലി ഫൈൻ. ഇതാണ് നമ്മുടെ ലൈന്. ഇത് രണ്ടുമായി. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ നല്ല കേർവിയായിട്ട് ഒരു എസ് പോലെ കൊടുക്കുകയാണ്. അതിന് നല്ല ഷേപ്പ് ചെയ്ത് ഈ അറ്റം വരെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് ഇങ്ങനെ ഈ അറ്റത്തേക്ക് കൊണ്ടുവരണം. ഇവിടെ മാത്രം കൂർപ്പിക്കണം. എന്നിട്ട് ഇതിൻ്റെ അടുത്ത ബ്രാഞ്ച് ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയി ഈ അറ്റം വരെ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു. ഇനി നമുക്ക് സെൻറ്ററിൽ ഇങ്ങനെ ഒരെണ്ണം കൊണ്ടുവന്നു. എന്നിട്ട് അതിനെ വൈ പോലെ ആക്കിയിട്ടാണ് നമ്മൾ സെൻറ്ററിലോട്ട് കൊണ്ടുവരുന്നത്. ഒരു വൈ. ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തെ ഡയറക്ഷനിലേക്കും ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുവന്നു. ഇനി ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, ബ്രാഞ്ചിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. ഇനി ഈ ബ്രാഞ്ചിൻ്റെ സ്റ്റെപ്പ് മൊത്തം ഞാൻ നല്ല ഡാർക്ക് പിച്ച് ബ്ലാക്കായിട്ട് ഞാൻ നമ്മുടെ പെർമനൻറ്റ് മാർക്കറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് കാരണം ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ഒരു ഫുൾ ട്രീ ആണ്. ഇങ്ങനെ കൊണ്ടുവന്ന് ഇത്രയും ഭാഗം കഴിഞ്ഞു. ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യം ബ്രാഞ്ചസ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ലോഗോ പാർട്ടിലേക്ക് വരാം.
നമുക്കിത് ഇത്രയും ഭാഗം കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു സെഗ്മെൻ്റ് അല്ലേ, ഈ ഒരു സെഗ്മെൻറ്റിന് ഞാനൊന്ന് ഇങ്ങനെ ഇവിടെ ഇത്രയുള്ളതില്ലേ ഇതിനെ ഞാനൊന്ന് പീസാക്കുകയാണ്. പീസാക്കുക എന്ന് പറഞ്ഞാൽ അതെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പല പല ഷേപ്സ് ആക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കാം. ഇത് ഈ അറ്റം ഒന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ ഈ മുകളിലത്തെ ഭാഗവും ഇങ്ങനെ ഇഷ്ടമുള്ളത് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണമെന്ന് ഒരു മാൻഡേറ്ററിയും ഇല്ല. ഇങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് കട്ട് പീസുകളാക്കിയാൽ മതി. സോറി, കുറച്ചങ്ങോട്ട് നീങ്ങി പോയായിരുന്നു. അപ്പോൾ അതുപോലെ കട്ട് പീസുകളാക്കുക. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് ഇത് ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. എന്നിട്ട് ഈ അറ്റം ഒന്ന് നമുക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ഇപ്പുറത്തെ ഭാഗം ഒന്ന് ഞാൻ ഇങ്ങനെ ആക്കുകയാണ്. ഈ ഭാഗമാണ്. ഇവിടെ ഞാനൊന്ന് ഷാർപ്പാക്കി കൊടുക്കണ്ടേ, എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ഇത്രയും മതി നമുക്ക്. ഈ 4 ട്രീയുടെ ബ്രാഞ്ചുകൾ പോലെ നമ്മളിങ്ങനെ കട്ട് പീസാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കളർ പെൻസിലാണ് എടുക്കുന്നത്. കളർ പെൻസിൽ എടുത്തിട്ട് ഫസ്റ്റ് ഞാൻ പിങ്ക് കളർ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുക. നിങ്ങൾക്ക് സ്കെച്ച് വേണമെങ്കിലും സ്കെച്ച് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ ഇവിടെ ഞാൻ പിങ്ക് ഇതിലാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് പിങ്ക് ഞാൻ ഈ ഒരു നമുക്കിഷ്ടമുള്ള ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കൊടുക്കണ്ട. യു ക്യാൻ യൂസ് എനി കളർ. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് ആ കളറ് യൂസ് ചെയ്തിട്ട് ഓരോരോ കോളത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇവിടെ 1 2 ഇവിടെയും കൂടെ കൊടുക്കണം. സാർ പിന്നെ എൻ്റെ പിങ്ക് ഇത്രയും ഭാഗങ്ങളിൽ കൊടുത്തു. ഇനി എടുക്കുന്നത് ഞാൻ ഈ ഒരു ഓഷ്യൻ കളറാണ്. ആ ഓഷ്യൻ കളറ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കൊടുത്തു. Next I'm going to take a darker blue.
ഇവിടെ നമ്മൾ ഈ കളർ കൊടുക്കാൻ മറന്നു പോയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതും കൂടെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഒരു ഗ്രീനാണ്. ഞാൻ കോമ്പിനേഷനൊന്നും നോക്കിയിട്ടല്ല കൊടുക്കുന്നത്, ജസ്റ്റ് റാൻഡം കളേഴ്സ് അവിടെ ഇവിടെയും പ്ലേസ് ചെയ്യാണ്. സോ നെവർ മൈൻഡ്, അത് കളേഴ്സ് മാച്ച് ആവണം എന്നൊന്നും നോക്കണ്ട. നെക്സ്റ്റ് നമ്മൾ റെഡാണ് കൊടുക്കുന്നത്, നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള റെഡ്. ഞാൻ കളർ പെൻസിൽ വാങ്ങുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് മൈ റെക്കമെൻഡേഷൻ. ഡോംസിൻ്റെ കളർ പെൻസിൽസ് വളരെ നല്ലതാണ് കേട്ടോ. ഐ ബീൻ യൂസിങ് ഇറ്റ് ഫോർ എ വൈൽ നൗ. എന്നോട് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു കളർ പെൻസിൽ ഏതാണ് നല്ലതെന്ന്. സോ ഡോംസിൻ്റെ കളർ പെൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അത് വളരെ നല്ലത്. ഞാൻ എന്താ നല്ലതെന്ന് പറയാൻ കാരണം, ഒന്ന് ഭയങ്കര സ്മൂത്ത് ടെക്സ്ചർ ഉണ്ട്, വരച്ച് കഴിയുമ്പോൾ സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അത് ഒരു എന്താ പറയുക, നല്ല ഡാർക്കർ ടോൺസ് തരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഡോംസിൻ്റെ യൂസ് ചെയ്തോളൂ എന്ന് ധൈര്യമായിട്ട് പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഡോംസിൻ്റെ കളർ പെൻസിൽ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ബട്ട് ദെൻ ഐ റിയലി ലൈക്ക് ഇറ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ടെക്സ്ചറും ആ ഒരു സ്മൂത്ത്നെസ്സും. ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയത് കണ്ടോ, ആ കംപ്ലീറ്റ് ആയത് അങ്ങനെ വിട്ടുള്ളൂ. ഇപ്പോൾ ഇനി ഇതിലേക്ക് കളേഴ്സ് ആഡ് ചെയ്യേണ്ട, ഇനി നമുക്ക് ബാക്കിയുള്ളതിലേക്ക് മാത്രമേ കളേഴ്സ് ആഡ് ചെയ്താൽ മതി. റെഡും കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ നല്ലൊരു യെല്ലോ ആണ് എടുക്കുന്നത്, ലെമൺ യെല്ലോ കളർ. കൊടുത്തു ഇതിനകത്താണ് കൊടുക്കുന്നത്. ഞാൻ ഈ കളർ കൊടുക്കുന്നതൊക്കെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങൾക്ക് ഫെർദറായിട്ട് ഒരു കൺഫ്യൂഷൻസും വീഡിയോയിൽ നോക്കുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചില സമയം ഏതെങ്കിലും കളർ ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ടൊക്കെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ചില സമയം കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ഫുള്ളായി കണ്ടിരുന്നത്. സോ ജസ്റ്റ് ആഡഡ് ലെമൺ യെല്ലോ എഴുതിയത്. അടുത്തത് ഓറഞ്ചാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഡോംസിൻ്റെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് ടോൺസ് കിട്ടും നമുക്ക്. ചില കളർ പെൻസിൽ എത്ര ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറില്ല. ബട്ട് ദെൻ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് യൂസ് ചെയ്യുന്ന ഫാബ്രിക്കാസിലും നല്ലതാണ്, പക്ഷേ ഐ വുഡ് സേ ദിസ് ഇസ് ദ വെരി ബെസ്റ്റ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്താലും ദിസ് ഇസ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഐ വുഡ് സേ. ഞാനൊക്കെ ഡേ ടു ഡേയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എൻ്റെ പേഴ്സണൽ ഗ്രോത്ത്, എൻ്റെ പേഴ്സണൽ വർക്ക് റിലേറ്റഡ് ഒരുപാട് മെറ്റീരിയൽസ് ഇതുപോലത്തെ ആർട്ട് റിലേറ്റഡ് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ധൈര്യത്തിൽ സജസ്റ്റ് ചെയ്ത് തന്നെ യു ക്യാൻ യൂസ് ദിസ് എന്നുള്ളത്. അടുത്തത് നമുക്കൊരു ലാവൻഡർ കളർ യൂസ് ചെയ്യാം. ഒരു വയലറ്റ് ഷെയ്ഡ്, ലാവൻഡർ അല്ല, ലാവൻഡർ ഇസ് ലിറ്റിൽ മോർ ലൈറ്റർ. ഇതൊരു
നമ്മൾ ഒരു സെക്ഷനും കൂടെ കംപ്ലീറ്റ്ലി ഓവറായിരിക്കുകയാണ്. ഈ ഒരു സെഗ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഫിനിഷ് ആയി. നമുക്കിപ്പോൾ 2 കംപ്ലീറ്റഡ് സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഇനി നമുക്ക് ആ കളർ ആഡ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറച്ചെണ്ണം മതി. ഇനി ഞാൻ എടുക്കുന്നത് സ്കൈ ബ്ലൂ ആണ്. സ്കൈ ബ്ലൂ എടുത്തിട്ട് ഇതിൽ പെൻഡിങ് ഒരു ഭാഗത്തേ ഉള്ളൂ, അപ്പോൾ അവിടെ അങ്ങനെ കൊടുക്കുകയാണ്. ഇവിടെ ഈ ഒരു ഭാഗം കൊടുക്കാം. രണ്ടെണ്ണം കൊടുത്തു. ഇനി ഇവിടെയാണ് ഈ സൈഡിൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരൊറ്റൊരു കളറാണുള്ളത് കൊടുക്കാൻ. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുകയാണ്. ഇങ്ങനെ ടേക്ക് ബേബി പിങ്ക് വേണ്ട, തിങ്കിങ് ഓഫ് പിങ്ക്. ഓക്കെ, ഐ എം ഗോയിങ് ഫോർ എ ബ്രൗൺ കളർ. ഓക്കെ, ആ ഒരു കോർണറിൽ മാത്രം ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ആ കളർ യൂസ്. കണ്ട, ഇത്രയേ ഉള്ളൂ നമ്മുടെ പെയിൻറ്റിങ്. ഇവിടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിൻ്റ് കൊടുക്കാം. ബട്ട് ഈ ഒരു ഭംഗി കാണണമെങ്കിൽ അതിൽ വേറെ ആർട്ട് വർക്കൊന്നും വേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. അല്ല, ഇനി വേറെ 1-2 ബ്രാഞ്ചും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർവേഡ് ആൻഡ് ഡു ഇറ്റ്.